നമസ്കാരം. ഉരുൾ ദുരന്തത്തെ അതിജീവിച്ചവർക്കായി മാതൃകാ ടൗൺഷിപ്പിന് ശിലയിട്ട മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ദുരന്തം. കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ നിന്നും കിട്ടിയത് വായ്പ മാത്രം. കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയതായും മുഖ്യമന്ത്രി. ഉരുൾ ദുരന്തത്തെ അതിജീവിച്ചവർക്കായി മാതൃകാ ടൗൺഷിപ്പിന് ശിലയിട്ട മുഖ്യമന്ത്രി. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നിരുപാധിക പിന്തുണയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദുരന്തം നടന്നതു മുതൽ സർക്കാരിന്റെ കൂടെ നിന്നു. സർക്കാരിന് ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്താൻ ഇടപെട്ടിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമെന്ന MP പ്രിയങ്ക ഗാന്ധി. വയനാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ അറിയിക്കുമെന്നും പ്രിയങ്ക. ടൗൺഷിപ്പ് പദ്ധതിയിൽ പരമാവധി ദുരന്തബാധിതരെ ഉൾപ്പെടുത്തുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട നിരവധി പേർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. അർഹരായ ഒരാൾ പോലും പദ്ധതിയിൽ നിന്നും പുറത്താകില്ലെന്നും മന്ത്രി. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ച ആശാ വർക്കർമാർ. പ്രയാസങ്ങൾ അവതരിപ്പിച്ചത് ശീത പവർ വനിതാ സംഗമത്തിൽ. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്ക ഒന്നിച്ച് പോരാടാമെന്ന് ഉറപ്പു നൽകി. SSLC+1 പരീക്ഷകളിൽ പകരക്കാരെ നിയോഗിച്ച് പരീക്ഷ എഴുതിക്കുന്ന നടപടിക്കെതിരെ ആദിവാസി സംഘടനകൾ സമരം ശക്തമാക്കുന്നു. ഇത്തരത്തിൽ പരീക്ഷ എഴുതിപ്പിക്കുന്ന കുട്ടികളിൽ 90% പേരും ആദിവാസി കുട്ടികൾ. വിജയശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന പ്രവണതയെന്ന് ഗോത്ര മഹാസഭ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൽപ്പറ്റ എൽസ്റ്റൺ ഭൂമിയിൽ പുനരധിവാസ ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ നിന്നും കിട്ടിയത് വായ്പ മാത്രം. കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും കേരളം പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിട്ടതുപോലെ പുനരധിവാസവും അങ്ങനെ തന്നെയെന്ന പ്രഖ്യാപനവുമായി ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിൽ വീടുകൾ ഉയരും. ഒരു ക്ലസ്റ്ററിൽ 20 വീടുകൾ ഉണ്ടാകും. അംഗൻവാടി, സാംസ്കാരിക കേന്ദ്രം, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. മാതൃകാപരമായി പുനരധിവാസം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരുമയുടെ കരുത്താണ് വയനാട്ടിൽ കാണുന്നത്. പ്രതീക്ഷിച്ച കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നിട്ടും നമ്മൾ ഒരുമിച്ച് മുന്നേറുകയാണ്. വയനാട് പുനരധിവാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2221 കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു, ലഭിച്ചില്ല. അസാധാരണ ദേശീയ ദുരന്തമെന്ന നിലക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി. ദുരന്തബാധിതരുടെ ജീവിത സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വാഗ്ദാനം എന്തു വില കൊടുത്തും നിറവേറ്റുകയാണ് നമ്മുടെ രീതിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. ഇപ്പോൾ കേരളത്തിന്റെ തനത് അതിജീവനമായി ചരിത്രം ഇത് രേഖപ്പെടുത്തും. മാതൃകയായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തും. പുനരധിവാസ പദ്ധതിയിലേക്ക് 25 കോടി രൂപ കർണാടക സർക്കാർ നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ OR കേളു, PA മുഹമ്മദ് റിയാസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, T. സിദ്ദിഖ് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടലിൽ നേതാക്കൾ അണിനിരന്നത് ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നിരുപാധിക പിന്തുണയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദുരന്തം നടന്നതു മുതൽ സർക്കാരിന്റെ കൂടെ നിന്നു. സർക്കാരിന്റെ ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്താൻ ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര സഹായം അനുവദിക്കാത്തത് ദൗർഭാഗ്യകരമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കമ്മ്യൂണിറ്റി ലൈഫ് എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷമാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഇവിടെ മുഖ്യമന്ത്രി എല്ലാ വീടുകൾ നൽകിയ ആളുകളുടെ എല്ലാവരുടെയും പറഞ്ഞു. ബഹുമാന്യനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ MP കൂടിയുമായ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു. അതോടൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് ശ്രീ സിദ്ധരാമയ്യ ബഹുമാന്യനായ കർണാടക മുഖ്യമന്ത്രി 100 വീടുകൾ വാഗ്ദാനം ചെയ്തതിന്റെ 20 കോടി രൂപ അദ്ദേഹം അയക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ബാക്കിയുള്ള എല്ലാവരും വാഗ്ദാനം ചെയ്ത ആളുകൾ അതനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമെന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധി. മഹാദുരന്തമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായത്. ഇത്രയും പേർ മരണപ്പെട്ട ദുരന്തം നടന്നിട്ടും എന്തുകൊണ്ടാണ് സഹായം ലഭ്യമാക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അവർ പറഞ്ഞു. I think every speaker mentioned how we all worked unitedly at the time of the tragedy and have continued after that unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. ടൗൺഷിപ്പ് പദ്ധതിയിൽ പരമാവധി ദുരന്തബാധിതരെ ഉൾപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട നിരവധി പേർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. അർഹരായ ഒരാൾ പോലും പദ്ധതിയിൽ നിന്നും പുറത്താകില്ല. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതും ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകത്തിന് തന്നെ കേരളത്തിന്റെ മാതൃക എന്ന തരത്തിലാണ് ടൗൺഷിപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. പുനരധിവാസത്തിന്റെ തുടക്കം മാത്രമാണ് ടൗൺഷിപ്പ്. എല്ലാ അർത്ഥത്തിലും ദുരന്തബാധിതരോടൊപ്പം നിൽക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പലതരത്തിലുള്ള പുനരധിവാസത്തെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള ലിസ്റ്റുകൾ തയ്യാറായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ഘടകമെന്ന നിലയിൽ നമ്മൾ ഇന്ന് പുനർനിർമ്മാണത്തിൻ്റെ ഒരു ലോക മാതൃകയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പലരും ചോദിച്ചു, ഇന്ന് രാവിലെ വന്ന എല്ലാ ചാനലുകളും വർത്തമാനം ആരംഭിക്കുന്നത് തന്നെ 8 മാസത്തിന് ശേഷം ഇങ്ങനെ ഒരു പുനർനിർമ്മാണം. ആ ശേഷം ഒരു വല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ ഒരു ശേഷമില്ല. ദുരന്തം നടന്ന അന്നു മുതൽ ആരംഭിച്ച പ്രക്രിയയാണിത്. അങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. പുനരധിവാസ പദ്ധതിയിൽ നിന്നും പലരും പുറത്താകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അർഹതയുള്ള ഒരാളെപ്പോലും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കില്ല. ഈ ലിസ്റ്റിൽ പരാതി കൊടുത്തവരുണ്ട്, ആ പരാതിയിൽ തീർപ്പാക്കാൻ ബാക്കിയുള്ളതുണ്ട്. എന്നാൽ സെക്കൻഡ് ഓപ്ഷനായി പരാതി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നവരുണ്ട്. അതിൽ DDMA എടുത്ത മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അതുണ്ടെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും. അതല്ലാതെ മനുഷ്യത്വപരമായി ഈ കാര്യത്തിൽ എന്തെല്ലാമാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്ന കാര്യങ്ങൾ കൂടി തുടർന്നും പരിശോധിക്കും. ദുരന്തബാധിതർ നൽകിയ അപ്പീലുകൾ ഇനിയും പരിഗണിക്കാനുണ്ട്. പരമാവധി ആളുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ടൗൺഷിപ്പിൽ ഉയരുക 7 സെന്റിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മനോഹര വീട്. 2 കിടപ്പുമുറികളോടുകൂടി ഭാവിയിൽ മുകളിലേക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് വീടുകൾ നിർമ്മിക്കുക. ഇല്യാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടൗൺഷിപ്പിലെ ഒരു വീട് എങ്ങനെയായിരിക്കുമെന്ന ഒരു രൂപരേഖയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. 7 സെന്റ് സ്ഥലമാണ്. നമുക്കറിയാം, 7 സെന്റ് സ്ഥലമാണ് ഒരു ദുരന്തബാധിത കുടുംബത്തിന് നൽകുന്നത്. ആ 7 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ഇത് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീട് നിർമ്മിക്കാനുള്ള ഒരു പ്ലാനാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു, അതിനുശേഷം നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നു. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി റൂം എന്ന് പറയുന്ന ചെറിയൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം 2 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാം. 2 ബെഡ്റൂമുകളാണ്, അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമുകളാണ്. 10 എന്നാണ് തോന്നുന്നത്. ഒരു ബെഡ്റൂം അല്പം ചെറുതാണ്. പിന്നീട് കിച്ചൺ ഉണ്ട്, അവിടെ തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, പൊതുവായിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എന്തായാലും ഇത്തരത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. മുകളിലേക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്ലാനാണ് ഇന്നിവിടെ കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സ്ഥലത്ത് വന്ന് സന്ദർശനം നടത്തും. അതോടൊപ്പം തന്നെ ദുരന്തബാധിതർക്കും ഈ സൗകര്യങ്ങൾ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ടൗൺഷിപ്പിലെ ആദ്യത്തെ വീടിൻ്റെ പ്ലാനാണ് ഈ കാണുന്നത്. ഏറ്റവും ആദ്യം ഉയരാൻ പോകുന്ന വീടും ഇതായിരിക്കും.
നറുക്കെടുപ്പിലൂടെയൊക്കെ ആയിരിക്കാം ദുരന്തബാധിതനെ ഈ വീട് കിട്ടുന്ന ആളെ കണ്ടെത്തുക. എന്തായാലും ഒറ്റ നോട്ടത്തിൽ 7 സെന്റ് സ്ഥലമാണെങ്കിലും അത്യാവശ്യം സൗകര്യമുണ്ട്. മുറ്റം നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് നല്ല പോലെ സ്ഥലം ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. കാർ പോർച്ച് ഉൾപ്പെടെ വേണമെങ്കിൽ ഇവിടെ നിർമ്മിക്കാൻ കഴിയും. അതുപോലെ കിണർ വേണമെങ്കിൽ നിർമ്മിക്കാൻ കഴിയും. ഒരു ചെറിയ കളിമുറ്റവും വീടിന് മുൻപ് തന്നെ ഒരുക്കാനുള്ള സൗകര്യമുണ്ടാകും. എന്തായാലും താരതമ്യേന മോശമല്ലാത്ത നല്ല ഒരു മികച്ച ഒരു പ്ലാൻ തന്നെയാണ് ഈ ടൗൺഷിപ്പ് പദ്ധതിയിലെ വീടിനായി ഒരുക്കിയിട്ടുള്ളത്. ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടലോടെ ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന ദുരന്തബാധിതർ. പുനരധിവാസം നടപ്പിലാക്കാൻ വൈകിയപ്പോൾ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം ഉൾപ്പെടെ കണ്ടതോടെ വലിയ പ്രതീക്ഷയായെന്നും ദുരന്തബാധിതർ പ്രതികരിച്ചു. വീഡിയോ ലക്ഷം വൈകിയാണെങ്കിലും കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എത്രയും വേഗത്തിൽ എല്ലാ ആൾക്കാരെയും പുതിയ വീട് നിർമ്മിച്ച് എല്ലാവരും ഓരോ സ്ഥലങ്ങളിലാക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാം മംഗളമായി നടക്കട്ടെ. നല്ല സന്തോഷമുണ്ട്. വീണ്ടും ഒരു സംഗതി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നപ്പോൾ വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ഈ ഞങ്ങളുടെ എല്ലാ വൈകുമ്പോൾ ആശങ്ക ഞങ്ങൾ ഈ സർക്കാരിൻ്റെ പേരിലില്ല. കാരണം എന്തായാലും അത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഒരു 5-6 മാസത്തിനുള്ളിലെങ്കിലും നമുക്കൊരു വീടായി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ മഴയൊക്കെ വരാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഏതായാലും സാധിക്കില്ല. മഴയോടുകൂടി തന്നെ ഡിസംബർ ആകുമ്പോഴത്തേനും വീടാകുകയാണെങ്കിൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് തന്നെ വളരെ സന്തോഷമാണ്. എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വീട് കിട്ടിയത്. അടുത്ത ഡിസംബർ വരെ ഇപ്പോൾ ഈ കാണുന്ന ഈ ആൾക്കാരും മുഖ്യമന്ത്രി സ്ഥാപനമൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു കുളിർമ. എനിക്ക് പൊട്ടിയതിനെക്കാട്ടി ഞാൻ അനുഭവിച്ചതിനെക്കാട്ടി കൂടുതൽ സന്തോഷമാണ് ഇന്ന് എനിക്ക് തോന്നിയത്. ഇതേപോലെ പോവുകയാണെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഡിസംബർ ജനുവരി ഇതിലേക്കുള്ളിൽ വീടാകുമെന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 8 മാസത്തോളമായി നമ്മൾ ഉരുൾപൊട്ടിയിട്ട് അന്ന് മുതൽ നമ്മളെ ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വാടകയും തരുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 രൂപ വെച്ച് ആദ്യം തന്നു, പിന്നെ 3 പ്രാവശ്യം 9,000 വെച്ച് തന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഒരു കയറി കിടക്കാൻ വീടാണ്. അതിന് ഇന്നിപ്പോൾ ഈ തറക്കല്ലിടുന്നതോടുകൂടി ഒരു ആരംഭം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ച ആശാ വർക്കർമാർ. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ ശീത പവർ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിലെ വനിതാ സംഗമത്തിൽ സംവദിക്കുന്നതിന് മുൻപാണ് പ്രിയങ്ക ഗാന്ധി തന്നെ കാണാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആശാ വർക്കർമാരുമായി സംസാരിച്ചത്. ലഭിക്കുന്നത് നാമമാത്രമായ ഓണറേറിയം മാത്രമാണെന്നും 1000 പോപ്പുലേഷന് ഒരാശ എന്ന രീതിയിൽ പണ്ട് നിയമിച്ചത് ഇപ്പോൾ ജനസംഖ്യ ഏറെ വർദ്ധിച്ചിട്ടും അതുപോലെ തുടരുകയാണെന്നും അതുകൊണ്ടുതന്നെ തങ്ങൾക്ക് ജോലിഭാരം ഏറെയാണെന്നും പ്രവർത്തകർ പറഞ്ഞു. തങ്ങളെയും സർക്കാർ ജീവനക്കാരായി കണ്ട് മാന്യമായ ശമ്പളം, പെൻഷൻ എന്നിവ നൽകാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നും ആശാ വർക്കർമാർ പ്രിയങ്കയോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുക, നമ്മൾ അവരുടെ കൂടെ പോവുകയും അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത പ്രിയങ്ക രാജ്യത്ത് 50% വരുന്ന സ്ത്രീകളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അത്ര ചെറുതായി കാണാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുമെന്നും അവർക്ക് ഉറപ്പു നൽകി. ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതുവരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നും താൻ കൂടെയുണ്ടാകുമെന്നും പ്രിയങ്ക ആശാ വർക്കർമാരോട് പറഞ്ഞു. As a political force, so that nobody can exploit you the way the ASHA workers are being exploited. That you are 50% of our population. Every family, every household is 50% female. So when we see this she power, it is us who have to understand what does this mean. MLA-മാരായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മലനാട് ന്യൂസ്, മീനങ്ങാടി. SSLC +1 പരീക്ഷകളിൽ പകരക്കാരെ നിയോഗിച്ച പരീക്ഷ എഴുതിക്കുന്ന നടപടിക്കെതിരെ ആദിവാസി സംഘടനകൾ സമരം ശക്തമാക്കുന്നു. ഇത്തരത്തിൽ പരീക്ഷ എഴുതിപ്പിക്കുന്ന കുട്ടികളിൽ 90% പേരും ആദിവാസി വിദ്യാർത്ഥികളാണ്. വിജയലക്ഷ്യവുമായി കുട്ടികളെ
ഉയർത്തുക എന്ന ലക്ഷ്യവുമായി കുട്ടികളെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നത്. മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ചാണ് കുട്ടികളെ ഇത്തരത്തിൽ പരീക്ഷയ്ക്കിരുത്തുന്നത്. തലയെണ്ണി തസ്തികകൾ നിലനിർത്തുകയാണ് മറ്റൊരു അജണ്ട. 8, 9, 10 ക്ലാസുകളിൽ ഈ വർഷം മുതൽ നിശ്ചിത ശതമാനം മാർക്ക് ലഭിക്കാത്ത കുട്ടികളെ തോൽപ്പിക്കുമെന്നും തോൽക്കുന്ന കുട്ടികൾക്ക് സേ പരീക്ഷ നടത്തുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ഗോത്ര മഹാസഭാ കോർഡിനേറ്റർ എം ഗീതാനന്ദൻ പറഞ്ഞു. ബത്തേരി താലൂക്കിലുള്ള ഒരു സ്കൂളിൽ +1 ഒരു ബാച്ചിനെ മുഴുവൻ സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിപ്പിച്ചു എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ഇന്റലക്ച്വലി എഡ്യൂക്കേഷണലി ഡിസേബിൾഡ് IED എന്നുള്ളൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരങ്ങനെ സർട്ടിഫൈ ചെയ്ത് ഈ കുട്ടികളൊരു ശാശ്വത മന്ദബുദ്ധികളാണ് എന്നാണ് സ്ഥാപിച്ചെടുക്കുന്നത്. ഇതിനിരയാക്കപ്പെട്ട ധാരാളം കുട്ടികളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് പലപ്പോഴും. വാർത്തകൾ തുടരുന്നു. തമിഴ്നാട്ടിൽ കടുവ ആക്രമണത്തിൽ ഗോത്ര യുവാവ് കൊല്ലപ്പെട്ടു. ഊട്ടിക്ക് സമീപം ഗവർണർ ചൊലൈ കൊല്ലംകോട്ടുമന്ത് സ്വദേശി നേന്തൻകൂട്ടനാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. കാലികളെ മേയ്ക്കാൻ പോയ നേന്തനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായിരുന്നു. കഴിഞ്ഞ ദിവസം എരുമകളെ മേയ്ക്കാനായി വനത്തിൽ പോയ നേതൻകുട്ടൻ സന്ധ്യ മയങ്ങിയിട്ടും തിരിച്ചെത്തിയില്ല. ഇതോടെ ഭയവിഹ്വലരായ വീട്ടുകാരും നാട്ടുകാരും പലയിടത്തും തിരച്ചിൽ നടത്തിയെങ്കിലും നേതനെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ മുതൽ ഗ്രാമവാസികൾ വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് വനംവകുപ്പ് നടത്തിയ തിരച്ചിലിലാണ് വനത്തിനുള്ളിൽ കടുവ പാതി ഭക്ഷിച്ച നിലയിൽ നേതനെ കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഊട്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമകളെ മേയ്ക്കാൻ പോയ ഇയാൾ കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടെ കടുവ ആക്രമിച്ചതായാണ് സൂചന. സംഭവത്തിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. ഇന്ന് അന്താരാഷ്ട്ര നാടക ദിനം. വയനാടിനെ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി നാടകകലയിൽ അടയാളപ്പെടുത്തുന്ന ഒരു കലാകാരനാണ് KU വയനാടൻ എന്ന KU കുര്യാക്കോസ്. 7ാം ക്ലാസ്സിൽ ആരംഭിച്ച തന്റെ നാടകയാത്ര 73ാം വയസ്സിലും അഭിനയവും പരിശീലിപ്പിക്കലുമായി തുടരുകയാണ് ഇദ്ദേഹം. നാടകത്തിനു പുറമെ നിരവധി സിനിമകളിലും ഈ കലാകാരൻ അഭിനയിച്ചിട്ടുണ്ട്. നാടകമില്ലാതെ KU വയനാടിന് ഒരു ജീവിതമില്ല. 7ാം ക്ലാസ്സിൽ തുടങ്ങിയ നാടകാഭിനയം ഇന്ന് 6 പതിറ്റാണ്ടാകുമ്പോഴും തുടരുകയാണ് ഇദ്ദേഹം. KU വയനാടിന്റെ നാടകയാത്രയിൽ 37 നാടകങ്ങൾ രചനയും സംവിധാനവും ചെയ്ത് അഭിനയിച്ചു. 64 നാടകങ്ങളും 11 ഷോർട്ട് ഫിലിമും എഴുതി സംവിധാനം ചെയ്തു. ഇതിനു പുറമെ 60 കവിതകളും എഴുതി. വയനാടിനെ നാടകകലയിൽ അടയാളപ്പെടുത്തിയ കലാകാരനാണ് KU. നിരവധി സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട്. 1967 സ്കൂൾ പഠനകാലം മുതൽ ഞാൻ നാടകത്തിലുണ്ട്. ആ നാടകം ഒരു അഭിനിവേശമായതുകൊണ്ട് തന്നെ പിന്നീട് വന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, അതായത് യൂണിവേഴ്സിറ്റി തലങ്ങളിലും കോളേജ് തലങ്ങളിലും നാടകത്തിൽ അഭിനയിക്കുകയും യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറാകുകയും ചെയ്തു. അതിനുള്ള താല്പര്യം കൊണ്ട് അന്ന് കിട്ടിയ അംഗീകാരത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് കൊല്ലം ട്യൂണ, കൊച്ചിൻ സംഘമിത്ര, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, കൃഷ്ണൻ നായരുടെ കലാനിലയം തുടങ്ങിയ ട്രൂപ്പുകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. അത് 80കളിലാണ്. സർവജന സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു നിഴൽ നാടകം എഴുതി അവതരിപ്പിക്കുകയും അഭിനയിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയതാണ് KUവിന്റെ നാടക പ്രയാണം. 1973-74 വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ ബെസ്റ്റ് ആക്ടറായും ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നത്തെ യുവതലമുറ ഈ തെറ്റുകളിൽ നിന്നും ജീവിതത്തിന്റെ മനോഹരമായ നൈപുണ്യ നിമിഷങ്ങളിലേക്ക് തിരിച്ചു വരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാനത്തെയും ജില്ലയിലെയും മികച്ച നാടക സമിതികളിലും ഇതിനോടകം സഹകരിച്ചു. നിരവധി കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകി. വിവാഹം കഴിഞ്ഞപ്പോഴും നാടകത്തെ കൈവിടാതെ കൊണ്ടുനടന്നു. HML എസ്റ്റേറ്റ് ജീവനക്കാരനായും ജോലി സമയം കഴിഞ്ഞും നാടകവുമായി സഹകരിച്ചു. പിന്നീട് ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഇപ്പോൾ മുഴുവൻ സമയ നാടക പ്രവർത്തകനാണ് KU വയനാട് എന്ന കുര്യാക്കോസ്. മലനാട് ന്യൂസ്, ബത്തേരി. സമൂഹത്തിലെ തിന്മകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ട ചരിത്രമാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങൾക്കുള്ളത്. നിരവധി പ്രൊഫഷണൽ നാടക സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിലും വയനാട് ഇക്കാര്യത്തിലും പിന്നിലാണെന്ന് പറയാം.
മേപ്പാടിയിലെ സാന്ദ്ര തിയേറ്റേഴ്സ് പക്ഷേ ഇപ്പോഴും പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമാണ്. അമേച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളുമെല്ലാം അടങ്ങിയ വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് കേരളത്തിലെ നാടകരംഗത്തിന്. സമൂഹത്തിന്മകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ മനുഷ്യ മനസ്സുകളെ പ്രേരിപ്പിക്കുന്ന ദൗത്യം നിർവഹിച്ച പശ്ചാത്തലവും നാടക പ്രസ്ഥാനത്തിനുണ്ട്. ഉത്സവ പറമ്പുകളിലും വായനശാല ക്ലബ്ബുകൾ എന്നിവയുടെ വാർഷികാഘോഷവേളകളിലും ഒരു കാലത്ത് നാടകം അനിവാര്യമായിരുന്നു. പിന്നീട് പല കാരണങ്ങളാൽ നാടകങ്ങളുടെ സാമൂഹ്യ പ്രാധാന്യം കുറഞ്ഞു വന്നു. ഗാനമേളയും മിമിക്സ് പരേഡും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 150-ലധികം പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളും കേരളത്തിലുണ്ടെന്നാണ് വിവരം. അപ്പോഴും വയനാട് അതിൽ പിന്നിലാണ്. മേപ്പാടിയിലെ സാന്ദ്ര തിയേറ്റേഴ്സ് മാത്രമാണ് അറിയപ്പെടുന്ന പ്രൊഫഷണൽ നാടക ഗ്രൂപ്പ്. നാടകം പലരും പറഞ്ഞു, പല വേദികളിലും ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ട ചില കാര്യങ്ങളുണ്ട്. നാടകം അന്യം നിന്ന് പോകുന്നു. അത് വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ പറയുന്നത്. നാടകം അന്യം നിന്ന് പോകുന്നു. നാടകം എന്ന കല അന്യം നിൽക്കില്ല എന്നുള്ള ഏത് സാധാരണ കുട്ടികൾക്കും അറിയാം. മറ്റേത് കലകളും, സിനിമയല്ല, ഇപ്പൊ സിനിമയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാലോ. എല്ലാ കലകളും പോയാലും ഒരിക്കലും നശിക്കാത്ത കലയാണ് നാടകം. 27 പ്രൊഫഷണൽ നാടകങ്ങളാണ് ഇതിനകം അരങ്ങിലെത്തിച്ചിട്ടുള്ളത്. ഇന്നും നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണിത്. നാടകരംഗത്ത് 50 വർഷത്തെ പ്രവർത്തനാനുഭവമുള്ള വയനാട് സക്കറിയ ആണ് അമരക്കാരൻ. നാടക കലാകാരന്മാർ അവഗണിക്കപ്പെടുന്നു എന്ന അഭിപ്രായവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന ആക്ഷേപം നാടകങ്ങളെക്കുറിച്ച് ഉയർന്നു കേട്ടിട്ടില്ല. നന്മയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഓരോ നാടകത്തിന്റെയും കർട്ടൻ താഴ്ത്തുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. തമ്പുരാനാകാൻ എമ്പുരാനെത്തി. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയ പ്രേക്ഷകർക്ക് ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം. ആഘോഷത്തിമിറപ്പിൽ ജില്ലയിലെ തിയേറ്ററുകൾ. സിനിമാ പ്രേമികൾ ദിവസങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണി കാത്തിരുന്നത് വെറുതെയായില്ലെന്ന് എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് ആണെന്നും പൃഥ്വിരാജ് ഇതെന്ത് മാതൃകതയാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്നും സിനിമ കണ്ടിറങ്ങിയവർ ചോദിക്കുന്നു. ആദ്യ അവസാനം നമുക്ക് ഇരുന്ന് കണ്ടത് ഇത്രയും നല്ലൊരു പടം നമ്മൾ കണ്ട ഒരു ഫീല് 3 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു പോയി നോക്കാം. പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ കുറിച്ച് എന്താ പറയുക? പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അത് അവന് പണിയറിയാം, ചെക്കന് പണിയറിയാം. അത് ഒരു വാർത്താനും വേറെ ഇല്ല. അതുപോലെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതൊക്കെ കേരള രാഷ്ട്രീയത്തെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കാണിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയം തന്നെ ആണല്ലോ ശരിക്കും അതിൽ കാണിക്കുന്നത്. അത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ള സാധനം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ കേരള രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയുടെ റേഞ്ച് മനസ്സിലായെന്ന് പ്രേക്ഷകർ പറയുന്നു. ലാലേട്ടന്റെ ഇൻട്രോയിൽ രോമാഞ്ചം അനുഭവപ്പെട്ടുവെന്ന് പ്രേക്ഷകർ. കുറഞ്ഞത് 300 കോടി കളക്ഷനെങ്കിലും ചിത്രം നേടുമെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ചില മോഹൻലാൽ ആരാധകരുടെ പ്രതീക്ഷ. ലൂസിഫറിനെ കടത്തിവെട്ടിയ ചിത്രമെന്ന് ചിലർ പറയുന്നു. പൃഥ്വിരാജ് ചില അഭിമുഖങ്ങളിൽ ഇത് ഞങ്ങളുടെ ചെറിയ പടമെന്ന് പറഞ്ഞെങ്കിലും ഇതാണോ ചെറിയ പടം, ഇത് വൻ പടമെന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലനാട് ന്യൂസ്. മൈനർ ഇറിഗേഷന്റെ കുടിവെള്ള പദ്ധതി നോക്കുകുത്തി. സുൽത്താൻ ബത്തേരി കട്ടയാട് സ്ഥാപിച്ച കിണറും പമ്പ് ഹൌസും മാനിക്കുനിയിൽ സ്ഥാപിച്ച ജലസംഭരണിയുമാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്. 1997 കട്ടയാട് മാനിക്കുനി പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളമെത്തിക്കാനായി കിണറും പമ്പ് ഹൌസും ജലസംഭരണിയും സ്ഥാപിച്ചത്. ലക്ഷങ്ങളാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. തുടർന്ന് പമ്പ് ഹൌസിൽ വലിയ മോട്ടോറും സ്ഥാപിച്ചു. കട്ടയാട് സ്വകാര്യ വ്യക്തി ഇറിഗേഷൻ വകുപ്പിന് വിട്ടു നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കിണറും പമ്പ് ഹൌസും നിർമ്മിച്ചത്. ഇതിനായി മാനിക്കുനിയിലെ 30 വീടുകളിൽ അന്ന് പൈപ്പ് കണക്ഷനും നൽകി. എന്നാൽ നാളിതുവരെയായിട്ടും പദ്ധതി ട്രയൽ റൺ പോലും നടത്തിയിട്ടില്ല. വർഷങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇത് പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന് ജനങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന, മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇറിഗേഷൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിൽ ആക്ഷേപമുയർന്നത് പദ്ധതി നോക്കികുത്തിയാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിറയെ വെള്ളമുള്ള കിണറും മോട്ടോറും ജലസംഭരണിയും വകുപ്പിന്റെ പിടിപ്പുകേടുകൊണ്ട് അനാഥമായി കിടക്കുന്നത്. പദ്ധതി ഇപ്പോഴും പ്രാവർത്തികമാക്കിയാൽ 100-ലേറെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. അതിനാൽ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി.
ജില്ലയിൽ ഒരുങ്ങി വിപുലമായ സൂര്യകാന്തിപ്പാടം. 3 ഏക്കറിലെ പൂക്കളുടെ വിസ്മയം ഇനി സഞ്ചാരികളുടെ മനം നിറയ്ക്കും. കാക്കവയൽ നഴ്സറി പടിയിലാണ് വർണ്ണക്കാഴ്ചയൊരുക്കി സൂര്യകാന്തിപ്പാടം പൂവിട്ടത്. തേൻ നുകരാൻ വണ്ടുകളും തേനീച്ചകളും, മനസ്സു നിറയ്ക്കാൻ സഞ്ചാരികളും. ഏറെ മനോഹരമാണ് കാക്കവയൽ നഴ്സറി പടിയിലെ സൂര്യകാന്തി കാഴ്ചകൾ. വിരിഞ്ഞു തുടങ്ങിയ സൂര്യകാന്തിപ്പാടം ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായും പൂക്കും. അധ്യയന വർഷം അവസാനിച്ചു. മധ്യവേനലവധിയുടെ ആരംഭത്തിൽ തന്നെ എത്തുകയാണ് ചെറിയ പെരുന്നാൾ, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളും. ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ല വിനോദസഞ്ചാരികളാൽ നിറയും. വയനാട്ടിലെ മനോഹരങ്ങളായ ടൂറിസം കേന്ദ്രങ്ങളോടൊപ്പം സഞ്ചാരപ്രിയരുടെ മനം നിറയ്ക്കാൻ തല ഉയർത്തി നിൽക്കുകയാണ് സൂര്യന്റെ തോഴികളായ സൂര്യകാന്തിപ്പൂക്കളും. ചൂതുപാറയിലെ സാക്ഷാം കുന്നേൽ പ്രഭാകരനും തോംബ്രയിൽ ബേബിയും കഴിഞ്ഞ 3 വർഷമായി തുടർന്നു വരികയാണ് ഫാം ടൂറിസത്തിലെ ഈ പുത്തൻ മാതൃക. ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഓഫീസർ സുധീഷ്, മുട്ടിൽ കൃഷി ഓഫീസർ ഷഫീഖ് തുടങ്ങിയവർ കൃഷിയിടം സന്ദർശിച്ച കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവിടെ കൃഷിയിലെ കർഷകർക്ക് നമ്മുടെ ഒരു അഡീഷണൽ ഇൻകം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഫാം ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ SHM സ്കീമിൽ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്കീമിൽ പല പദ്ധതികളും നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുക, കൃഷിക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ. എന്നാൽ നമ്മുടെ വയനാടിൻ്റെ ഒരു ടൂറിസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണ്. ടൂറിസം മേഖല അനുദിനം വികസിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫാം ടൂറിസം മാതൃകകൾ കർഷകർക്ക് അനുകരിക്കാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടൊപ്പം കൃഷിസ്ഥലത്തിന് കോട്ടം വരാതെ ടൂറിസം ആകർഷങ്ങളായ മറ്റു വരുമാന മാർഗങ്ങളെപ്പറ്റി പഠനം നടത്തുമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. അവതരണ ശൈലി കൊണ്ട് കാണികളെ കീഴടക്കി വള്ളിയൂർക്കാവിലെ ചാക്യാർകൂത്ത്. വയനാട് കലാമണ്ഡപത്തിന്റെ നേതൃത്വത്തിലാണ് നിറഞ്ഞ സദസ്സിന് മുൻപിൽ 2 മണിക്കൂറോളം അവതരണം നടന്നത്. രാമായണത്തിലെ ഹനുമാന്റെ ജന്മകഥ പ്രമേയമാക്കിയാണ് മേലേക്കാവിൽ ചാക്യാർകൂത്ത് അവതരണം നടന്നത്. കൂത്തുമായി കലാമണ്ഡലം അനൂപും മിഴാവുമായി കലാമണ്ഡലം വിപിനും സദസ്സിനെ കയ്യിലെടുത്തു. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ചാക്യാർകൂത്ത് ആസ്വദിക്കാൻ സദസ്സിലുണ്ടായിരുന്നു. ക്ഷേത്ര പ്രതിഷ്ഠയോടുള്ള പ്രാർത്ഥനയാണ് ആദ്യം നടത്തിയത്. തുടർന്ന് സംസ്കൃത ശ്ലോകവും അതിൻ്റെ മലയാള വിശദീകരണവും നടത്തിയതിനു ശേഷമാണ് കൂത്ത് അവതരണം നടന്നത്. ഈ ചാക്യാർകൂത്ത് ക്ഷേത്രകലകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുരാണ കഥാപ്രസംഗ രൂപമാണ്. മാത്രമല്ല കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച്, മഹാക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് കുടൽമാണിക്യം, വടക്കുന്നാഥൻ, ഗുരുവായൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുവിധം ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും നടത്തിവരാറുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഹാസ്യരൂപത്തിലുള്ള അവതരണം ആളുകളിൽ ചിരി പടർത്തി. പുരാണ കഥകൾ ആളുകളിലേക്ക് എത്തിച്ചതിൽ ചാക്യാർകൂത്ത് ഉൾപ്പെടെയുള്ള കലകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കലാകാരന്മാർ പറഞ്ഞു. 2010 മുതൽ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിൽ വയനാട് കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചാക്യാർകൂത്ത് അവതരണം നടക്കുന്നുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. പരീക്ഷാകാലം അവസാനിച്ചു. മധ്യവേനൽ അവധിക്കാലത്ത് ദശദിന അത്ലറ്റിക് സഹവാസ ക്യാമ്പുമായി മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമി. ലഹരിക്കെതിരെയുള്ള പടയൊരുക്കം കൂടിയാകും ഏപ്രിൽ 3 ആരംഭിക്കുന്ന ക്യാമ്പ്. അക്കാദമിക മികവിനൊപ്പം തന്നെ കായിക മേഖലയിലും ഏറെ മുന്നിലാണ് ജില്ലയിലെ ഈ പൊതുവിദ്യാലയം. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മീനങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അടുത്ത അക്കാദമിക വർഷത്തിലേക്കുള്ള സ്പോർട്സ് വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനത്തിനാണ് റെസിഡൻഷ്യൽ ക്യാമ്പിലൂടെ തുടക്കം കുറിക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സി വിതരണോദ്ഘാടനവും ക്യാമ്പ് അവലോകന യോഗവും സ്കൂൾ പ്രിൻസിപ്പൽ ഷിവി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളെല്ലാം ഒരുപക്ഷെ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചുള്ളതാണ്. ഇപ്പൊ അവസാനം ഇവർ എഴുതി വെച്ച പരീക്ഷാ പേപ്പറിൽ എന്ത് എന്നുള്ള ചിന്ത മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കിയുള്ളൂ. പൊതുപരീക്ഷയിൽ പേപ്പറിൽ വരെ എന്താണ് എഴുതി വെച്ചതെന്ന് ചിന്ത മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം ശാസ്ത്രമേളയാണെങ്കിലും കലാമേളയാണെങ്കിലും കായികമേളയാണെങ്കിലും വിവിധ ഗെയിമുകളാണെങ്കിലും എല്ലാം വളരെ കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് നമ്മൾ ഈ അധ്യയന വർഷം പരിസമാപ്തിയിലേക്ക് വരുന്നത്.
ക്യാമ്പസുകളെയും സ്കൂളുകളെയും അടക്കം ലഹരി മാഫിയ കെണിയിലകപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സ്കൂളിലെ അക്കാദമിയിലെ വിദ്യാർത്ഥികളിലൂടെ അതിനെതിരായ ശക്തമായ പോരാട്ടത്തിനും ഇതോടൊപ്പം തുടക്കം കുറിക്കുകയാണ്. പരിശീലകൻ ജ്യോതികുമാർ, കായികാധ്യാപകൻ ഷമീം എന്നിവരോടൊപ്പം മറ്റ് വിദഗ്ധ പരിശീലകരും ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകും. ക്യാമ്പിന് ശേഷവും തുടരുന്ന ചിട്ടയായ പരിശീലനത്തിലൂടെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയരാകുന്ന കായിക പ്രതിഭകളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. മലനാട് ന്യൂസ്, മീനങ്ങാടി. ബിസിനസ് മലനാട്. സ്വർണം പവന് 65,880 രൂപ, ഗ്രാമിന് 8,535 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ദുരന്തം, കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിൽ നിന്നും കിട്ടിയത് വായ്പ മാത്രം. കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയതായും മുഖ്യമന്ത്രി. ഉരുൾ ദുരന്തത്തെ അതിജീവിച്ചവർക്കായി മാതൃകാ ടൗൺഷിപ്പിന് ശിലയിട്ട മുഖ്യമന്ത്രി. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നിരുപാധിക പിന്തുണയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദുരന്തം നടന്നതു മുതൽ സർക്കാരിന്റെ കൂടെ നിന്നു. സർക്കാരിന് ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്താൻ ഇടപെട്ടിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമെന്ന MP പ്രിയങ്ക ഗാന്ധി. വയനാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ അറിയിക്കുമെന്നും പ്രിയങ്ക. ടൗൺഷിപ്പ് പദ്ധതിയിൽ പരമാവധി ദുരന്തബാധിതരെ ഉൾപ്പെടുത്തുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട നിരവധി പേർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. അർഹരായ ഒരാൾ പോലും പദ്ധതിയിൽ നിന്നും പുറത്താകില്ലെന്നും മന്ത്രി. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ തങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ച ആശാ വർക്കർമാർ. പ്രയാസങ്ങൾ അവതരിപ്പിച്ചത് ശീത പവർ വനിതാ സംഗമത്തിൽ. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്ക ഒന്നിച്ച് പോരാടാമെന്ന് ഉറപ്പു നൽകി. SSLC+1 പരീക്ഷകളിൽ പകരക്കാരെ നിയോഗിച്ച് പരീക്ഷ എഴുതിക്കുന്ന നടപടിക്കെതിരെ ആദിവാസി സംഘടനകൾ സമരം ശക്തമാക്കുന്നു. ഇത്തരത്തിൽ പരീക്ഷ എഴുതിപ്പിക്കുന്ന കുട്ടികളിൽ 90% പേരും ആദിവാസി കുട്ടികൾ. വിജയശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന പ്രവണതയെന്ന് ഗോത്ര മഹാസഭ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി മലനാട് കേബിൾ ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ്. മലനാട് കേബിൾ നെറ്റ്വർക്കിലെ സെറ്റ് ടോപ്പ് ബോക്സുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ നടക്കും. ഇത് സാധാരണയായി നടക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ സമയം ഉപഭോക്താക്കൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓഫ് ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കുക. ഇനി ന്യൂസ് വേവ്സിൽ റാണി വോഗീസ് ചേരുന്നു.